നമസ്കാരം, മിനിസ്റ്ററിലേക്ക് സ്വാഗതം. വളരെ ക്രൂരമായ ഒരു ബലാത്സംഗ ക്രൂര പീഡനത്തിന്റെ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് എറണാകുളം തൃപ്പൂണിത്തറയിൽ നിന്നും കേൾക്കേണ്ടി വന്നത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു, തല ഭിത്തിയിലിടിപ്പിച്ചു, ഒടുവിൽ ശ്വാസം മുട്ടിച്ചു. ഒരു രാത്രി മുഴുവൻ ആൺ സുഹൃത്തിന്റെ അതിക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനുമൊക്കെ തന്നെ ഇരയായി. മരണത്തോട് മല്ലിട്ട് 6 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞു. മനസ്സാക്ഷിയെ തന്നെ തലമറയ്ക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ പീഡനമാണ് ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത്. പ്രതീക്ഷകളെ ഒക്കെ തന്നെ ബാക്കിയാക്കി അവൾ യാത്രയാവുകയും ചെയ്തു. 6 ദിവസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു ജീവൻ പിടിച്ചു നിർത്താനായി കഴിഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി മരണവും സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ മർദ്ദിച്ച് മരണത്തിന് വിട്ടുകൊടുത്ത തലയോലപ്പറമ്പ് സ്വദേശിയായ അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയായിരിക്കും ഇനി കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. 1 വർഷമായിട്ടുള്ള സൗഹൃദം ഉടലെടുത്തത് ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരുന്നു. ശേഷം പോക്സോ കേസ് അതിജീവിതയായ 19 വയസ്സുള്ള പെൺകുട്ടി അന്നു മുതൽ ഇന്ന് വരെ ക്രൂരമായ പീഡനങ്ങൾക്കിടയാകേണ്ടി വന്നിരുന്നു. കഴുത്തിൽ കയറിട്ട് മുറുക്കി, കയ്യിൽ മുറിവേറ്റ് അർദ്ധനഗ്ന നിലയിലായിരുന്നു പെൺകുട്ടിയെ വീട്ടിൽ കണ്ടെത്തിയത്. അമ്മയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്ന പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അപ്രതീക്ഷിതമായി രാവിലെ ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ അവശ നിലയിൽ കണ്ടെത്തിയത്. കണ്ടതും കട്ടിലിന് താഴെ കിടക്കുന്ന നിലയിൽ, കണ്ണ് തുറന്നു കിടക്കുകയായിരുന്നു. നാവ് കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലെ മുറിവിലാകട്ടെ ഉറുമ്പരിക്കുന്നു. കയ്യിലും തലയിലുമൊക്കെ സാരമായ പരിക്കുണ്ടായിരുന്നു. നൂൽബന്ധമില്ലാതെ കുട്ടി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ സംഗതി ശരിയല്ലെന്ന് തോന്നി വളരെ വേഗത്തിൽ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. യുവതിയുടെ മാതാവിന്റെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനുമുള്ള കേസെടുത്താണ് പോലീസ് അന്വേഷണം കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. അതിക്രൂരമായ പീഡനം പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. പെൺകുട്ടിയുടെ കാമുകൻ കൂടിയായ അനൂപ് ശനിയാഴ്ച രാത്രി വീട്ടിലെത്തി ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. മറ്റാൺ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം. കയ്യിൽ എന്തൊക്കെ കിട്ടിയോ അതെല്ലാം എടുത്ത് പെൺകുട്ടിയെ അടിച്ചുവെന്നാണ് ഇയാൾ പോലീസിനോട് പോലും പറഞ്ഞത്. ലൈംഗികമായും പീഡിപ്പിച്ചു, ചുറ്റിക കൊണ്ട് ഇടിച്ചു. ഇതാദ്യമായിട്ടല്ല അനൂപിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പീഡനം പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. സംശയരോഗിയായ ഇയാളാകട്ടെ പതിവായി പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. സഹികെട്ട് ഒരു ദിവസം മരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ഷാള് കഴുത്തിലിട്ടപ്പോൾ പോയി ചത്തോ എന്നായിരുന്നു ഇയാൾ മറുപടി പോലും പറഞ്ഞത്. പെൺകുട്ടി ആ അവസരത്തിൽ തൂങ്ങാനായി ശ്രമിച്ചതോടെ പേടിച്ച് ഷാള് കത്തികൊണ്ട് മുറിച്ച് പെൺകുട്ടിയെ നിലത്തിട്ടു. നിലത്ത് വീണും വേദന കൊണ്ട് അലറി വിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനക്കമില്ലാതായപ്പോൾ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് വിചാരിച്ചു. 4 മണിക്കൂറിനിപ്പുറം കൂട്ടുകാരനെ വിളിച്ചു വരുത്തി വീടിന് പിറകിലെ വാതിലിലൂടെ പുറത്തു ചാടി രക്ഷപ്പെട്ടു. മരണത്തിനുള്ള കാരണം കഴുത്ത്, തല, ശ്വാസകോശം എന്നിവിടങ്ങളിലുണ്ടായ പരിക്കാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. പലതവണ മകളോട് ഈ ബന്ധം വേണ്ട എന്നും ഇത് നിനക്ക് ദോഷം ചെയ്യുമെന്നും അമ്മ പറഞ്ഞതായി ഇപ്പോൾ മാധ്യമങ്ങളോട് പെൺകുട്ടിയുടെ അമ്മ പ്രതികരിക്കുന്നുണ്ട്. പ്രതിയുമായി കഴിഞ്ഞ ദിവസം പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ഞാൻ ഇതൊക്കെ തന്നെ ചെയ്താലും ഇല്ലെങ്കിലും അവൾ ചാവുമായിരുന്നു എന്നാണ് ഇയാളുടെ പ്രതികരണം പോലും. ഒട്ടും കൂസലില്ലാതെ, ചെയ്തതിൽ ഒരു പശ്ചാത്താപവും ഇല്ലാതെ നിൽക്കുന്നു. ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മനസ്സിനൊരു അലിവുമില്ലാതെ വളരെ ലളിതമായി പോലീസിനോട് വിശദീകരിക്കുന്നു. എന്തായിരുന്നാലും ഇയാളെ രക്ഷപ്പെടാനായി സഹായിച്ച സുഹൃത്തിനെയും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിയായ അനൂപ് സ്ഥിരം പ്രശ്നക്കാരൻ തന്നെയാണ്. ലഹരി കേസിൽ പ്രതിയാണ്. അടിപിടി കേസുകളും ഒക്കെ തന്നെ ഇയാളുടെ പേരിലുണ്ട്. പെൺകുട്ടിയെ കൂടി നിർബന്ധിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ് വീട്ടിൽ സ്ഥിരം എത്തുന്ന ഒരു സുഹൃത്തായി മാറിയിരുന്നു. പിന്നീട് കാമുകനായി. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയായി. അങ്ങനെ അനൂപിനെ പേടിച്ച് താമസം മാറി എന്നാണ് പെൺകുട്ടിയുടെ അമ്മ പോലും പറയുന്നത്. തൻ്റെ മകളെ യുവാവ് നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. പല ദിവസവും വീട്ടിൽ വരും. ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പക്ഷേ മകളെ ഉപദ്രവിക്കുന്നുവെന്ന് ഒരു ദിവസം തോന്നി. മൂക്കിൻ്റെ പാലത്തിന് പൊട്ടലുണ്ടായിരുന്നു ആദ്യം ഒരു ദിവസം. പിന്നീട് ചെവിക്കും കണ്ണിനുമൊക്കെ തന്നെ പരിക്ക് സംഭവിച്ചു. എന്നാൽ മകൾ പറഞ്ഞതാകട്ടെ വീണതാണെന്നും തട്ടി പരിക്ക് സംഭവിച്ചതാണെന്നുമാണ്. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി. ശേഷം ഭീഷണിയായി. അങ്ങനെ ജീവൻ ഭയന്നുകൊണ്ടാണ് അവിടെ നിന്നും താമസം മാറിയത് പോലും. നിലവിൽ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ പരിക്കേറ്റ നിലയിൽ ബന്ധു കണ്ടെത്തിയത്. ശേഷം തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു. പിന്നീട് നില വഷളായതോടെയാണ് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.